KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മീലാദു ഷരീഫ് മാനവൈക്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ദർശനങ്ങൾ ലോകം മുഴുവൻ എത്തിക്കുന്നുവെന്ന് മന്ത്രി KP മോഹനൻ. KMIC മീലാദ് ക്യാമ്പയിൻ വെള്ളിയാഴ്ച മീലാദ് ഫെസ്റ്റോടെ സമാപിക്കും. കിസ് കോമ്പറ്റീഷൻ വ്യാഴാഴ്ച ഇന്ത്യൻ സമയം 5:30. ആരോപണ വിധേയനായ DIG ശ്രീജിത്തിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെതിരെ ഫേസ്ബുക്ക് പരാമർശം, എഞ്ചിനീയർ അറസ്റ്റിൽ. ഈ വർഷത്തെ ഹജ്ജിനുള്ള അപേക്ഷാ ഫോം വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. അബ്ദുൽ നാസർ മഅദനിയെ നേത്രശസ്ത്രക്രിയക്കായി അഗർവാൾ ആശുപത്രിയിലേക്ക് മാറ്റി. വാർത്തകൾ വിശദമായി. ആരോപണ വിധേയനായ DIG ശ്രീജിത്തിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഐസ്ക്രീം പെൺവാണിഭ കേസിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ വ്യവസായി KA റൌഫുമായി DIG ശ്രീജിത്ത് ഭൂമി തട്ടിപ്പും സാമ്പത്തിക തിരിമറിയും നടത്തിയെന്നാരോപിച്ച് DGP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന DGPയുടെ ശുപാർശ പരിഗണിച്ച് മുഖ്യമന്ത്രിയാണ് നടപടിയെടുത്തത്. തൃശൂർ പോലീസ് അക്കാദമി ജോയിന്റ് ഡയറക്ടറായ ശ്രീജിത്തിനെതിരെ വകുപ്പുതല നടപടിക്കും സാധ്യതയുണ്ട്. DIG ശ്രീജിത്തിന് KA റൌഫുമായുള്ള ബന്ധം വഞ്ചനാക്കുറ്റം, ഗൂഢാലോചന, ക്രിമിനൽ ബന്ധം, അഴിമതി എന്നിവ വ്യക്തമാക്കി മധ്യമേഖല IG S ഗോപിനാഥിന്റെ അന്വേഷണ റിപ്പോർട്ട് DGP KS ബാലസുബ്രഹ്മണ്യം ഞായറാഴ്ച ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചിരുന്നു. സസ്പെൻഡ് ചെയ്ത് വകുപ്പ് തല അന്വേഷണം നടത്താനാണ് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നത്. റൌഫുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ മലയാളിയുടെ ഭൂമി തട്ടിയെടുത്ത കേസിൽ ശ്രീജിത്തിനും പങ്കുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മലപ്പുറം DYSP അഭിലാഷിനെ കൈക്കൂലി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്ന് KA റൌഫ് പ്രതിയായുള്ള കേസിലും ശ്രീജിത്തിനെ പ്രതി ചേർത്തിരുന്നു. IGയുടെ അന്വേഷണത്തിൽ കോഴിക്കോട് റേഞ്ച് വിജിലൻസ് SP ആയിരുന്ന ഹബീബ് റഹ്മാൻ നൽകിയ മൊഴിയിൽ തന്നെ കേസിൽ ശ്രീജിത്തിനെ ഉൾപ്പെടുത്താൻ കഴിയുന്ന തെളിവുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഐസ്ക്രീം പെൺവാണിഭ കേസിൽ ശ്രീജിത്ത് റൌഫുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടതായി ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതു സംബന്ധിച്ച ഫോൺ സംഭാഷണങ്ങളും പുറത്തുവന്നിരുന്നു. PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനിയെ നേത്ര ശസ്ത്രക്രിയക്കായി അഗർവാൾ ആശുപത്രിയിലേക്ക് മാറ്റി. നേരത്തെ മഅദനിയെ ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ എത്രയും പെട്ടെന്ന് വലതുകണ്ണിന് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. അഗർവാൾ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് ജയിൽ അധികൃതർക്ക് അപേക്ഷ നൽകിയിരുന്നു. അധികൃതരുടെ അനുവാദം ലഭിച്ചതിനെ തുടർന്നാണ് 7 ദിവസത്തെ ചികിത്സയ്ക്കായി മഅദനിയെ അഗർവാളിൽ എത്തിച്ചത്. ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നൽകിയ ഹർജി 19ലേക്ക് മാറ്റി. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. നേരത്തെ കേസ് സംബന്ധിച്ച രേഖകൾ VSന് കൈമാറാൻ കോടതി ഉത്തരവിട്ടിരുന്നു. രേഖകൾ നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് സർക്കാരും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഹജ്ജ് യാത്രയ്ക്കുള്ള അപേക്ഷാ ഫോം വിതരണം ഇന്ന് ആരംഭിച്ചു. പൂരിപ്പിച്ച ഫോമുകൾ നാളെ മുതൽ തന്നെ സ്വീകരിക്കും. കരിപ്പൂർ ഹജ്ജ് ഹൌസ്, കലക്ടറേറ്റുകളിലെ ന്യൂനപക്ഷ സെൽ, കോഴിക്കോട് പുതിയറയിലെ മദ്രസാധ്യാപക ക്ഷേമനിധി ബോർഡ് ഓഫീസ്, എറണാകുളം വഖഫ് ബോർഡ് ഓഫീസ്, കോഴിക്കോട് റീജിയണൽ ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് അപേക്ഷാ ഫോം ലഭ്യമാകും. ഫോം ലഭ്യമാകുന്നതിന് അപേക്ഷകൻ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ കോപ്പി ഹാജരാക്കേണ്ടതാണ്. അപേക്ഷകർ 2014 മാർച്ച് 31 വരെ കാലാവധിയുള്ള പാസ്പോർട്ടുള്ളവരായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസ്, ഹജ്ജ് ഹൌസ് കരിപ്പൂർ, PO കാലിക്കറ്റ് എയർപോർട്ട് 673647 എന്ന വിലാസത്തിൽ 2013 മാർച്ച് 20 ലഭിച്ചിരിക്കണം. അപേക്ഷകൾ രജിസ്ട്രേറ്റ് തപാലിലോ സ്പീഡ് പോസ്റ്റിലോ കൊറിയർ മുഖേനയോ അയക്കേണ്ടതാണ്. നേരിട്ടും വൈകി കിട്ടുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല.
ഈ വർഷവും റിസർവ് കാറ്റഗറി എ, ബി എന്നിവ നിലനിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി 31-ന് 70 വയസ്സ് പൂർത്തിയായവർ കാറ്റഗറി എയിലും തുടർച്ചയായി 3 വർഷം അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർ കാറ്റഗറി ബിയിലുമായിരിക്കും. 70 വയസ്സ് പൂർത്തിയായ അപേക്ഷകന് സഹായിയെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപേക്ഷകനും സഹായിയും ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ് കമ്മിറ്റി മുഖേനയോ അല്ലാതെയോ ഹജ്ജ് ചെയ്തവരാകാൻ പാടില്ല. സഹായിയായ വ്യക്തി ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ, മകളുടെ ഭർത്താവ്, മകന്റെ ഭാര്യ, സഹോദരൻ, സഹോദരി, പേരക്കുട്ടികൾ, സഹോദര സഹോദരി മക്കൾ എന്നിവയിൽ ആരെങ്കിലുമായിരിക്കണം. ഇവരുടെ ബന്ധം തെളിയിക്കുന്നതിനും മതിയായ രേഖകൾ 2 കോപ്പികൾ വീതം അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ബി കാറ്റഗറിയിൽ ഒരു കവറിൽ അപേക്ഷിക്കുന്ന മുഴുവൻ ആളുകളും കഴിഞ്ഞ 3 വർഷവും തുടർച്ചയായി അപേക്ഷിച്ചവരും ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ് കമ്മിറ്റി മുഖേനയോ അല്ലാതെയോ ഹജ്ജ് ചെയ്യാത്തവരുമായിരിക്കണം. ഓരോ അപേക്ഷകനും അപേക്ഷയുടെ നിശ്ചിത കോളത്തിൽ മുൻ വർഷങ്ങളിലെ കവർ നമ്പറുകൾ വ്യക്തമായി എഴുതിയിരിക്കണം. കവർ നമ്പർ തെറ്റായി എഴുതുകയോ 3 വർഷവും അപേക്ഷിക്കാത്തവരെ കവറിൽ ഉൾപ്പെടുത്തുകയോ ചെയ്താൽ ഒരറിയിപ്പും കൂടാതെ തന്നെ കവറിലെ മുഴുവൻ ആളുകളുടെയും അപേക്ഷ തള്ളുന്നതാണ്. റിസർവ് കാറ്റഗറിയിൽപ്പെടുന്നവർ നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ നിർദ്ദിഷ്ട മാതൃകയിലുള്ള അഫിഡവിറ്റ് 10 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ സമർപ്പിക്കേണ്ടതാണ്. ഒറിജിനൽ പാസ്പോർട്ടും അതിന്റെ 2 കോപ്പിയും 3.5 സെന്റിമീറ്റർ വലിപ്പമുള്ള ഫോട്ടോയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഫോട്ടോ 70% മുഖം കാണുന്നതും ചെവി പുറത്തു കാണുന്നതും വെളുത്ത പ്രതലത്തോട് കൂടിയുള്ളതുമായിരിക്കണം. റിസർവ് കാറ്റഗറിക്ക് പുറത്തുള്ളവർ ജനറൽ കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുക. റിസർവ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർക്ക് നറുക്കെടുപ്പ് കൂടാതെ തന്നെ ഹജ്ജിന് അനുമതി നൽകും. റിസർവ് കാറ്റഗറിയിലെ അപേക്ഷകരുടെ എണ്ണം സംസ്ഥാനത്തിന് അനുവദിച്ച ക്വാട്ടയേക്കാൾ അധികമാവുകയാണെങ്കിൽ എ കാറ്റഗറി അപേക്ഷകൾക്ക് നറുക്കെടുപ്പില്ലാതെ തന്നെ അനുമതി നൽകും. ശേഷിച്ച സീറ്റിലേക്ക് റിസർവ് ബി കാറ്റഗറിയിലുള്ളവരെ നറുക്കെടുപ്പിലൂടെ പരിഗണിക്കുന്നതുമാണ്. റിസർവ് കാറ്റഗറിയിലെ അപേക്ഷകൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ കരിപ്പൂരിലെ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നേരിട്ട് സ്വീകരിക്കുന്നതാണ്. ഹജ്ജ് അപേക്ഷാ ഫോറവും കൂടുതൽ വിവരങ്ങളും ഹജ്ജ് കമ്മിറ്റിയുടെ www.hajjcommittee.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഹജ്ജ് നറുക്കെടുപ്പ് ഏപ്രിൽ 26-ന് നടക്കും. മഹറം വിഷയത്തിൽ ഹജ്ജ് കമ്മിറ്റി പുതുതായി എടുത്ത തീരുമാനം ഹജ്ജിനാഗ്രഹിച്ച 10,000-കണക്കിന് സ്ത്രീകൾക്ക് അവസരം നിഷേധിക്കലാകും. മഹറമായി പോകുന്ന വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ് നിർവഹിച്ചിരിക്കരുതെന്ന നിബന്ധനയാണ് സ്ത്രീ ഹാജിമാർക്ക് വിനയായിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ഭൂരിഭാഗം സ്ത്രീ അപേക്ഷകരുടെയും ഭർത്താവ് അല്ലെങ്കിൽ മകൻ ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും. ഇവർ മിക്കവരും ഹജ്ജ് ചെയ്തവരായിരിക്കും. സാമ്പത്തികമായി ചെറിയ നേട്ടമുണ്ടാകുന്നതോടെ ജീവിതാഭിലാഷം കൊണ്ടു നടക്കുന്ന മാതാവിനെ ഹജ്ജിന് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് പുതിയ നിബന്ധന വിനയായിരിക്കുന്നത്. പുതിയ നിബന്ധന ഒഴിവാക്കണമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗം പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇത് വിദേശകാര്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാറ്റുകയായിരുന്നു. ഒരു കവറിലെ ഒരാൾ പോലും ഹജ്ജ് നിർവഹിച്ചവർ ആയിരിക്കരുതെന്ന് എന്ന നിബന്ധനയും സംസ്ഥാനത്തു നിന്നുള്ള അപേക്ഷകരെ ബാധിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഈ വർഷം ഹജ്ജിന് അവസരം ലഭിക്കുന്നവർ ആദ്യ ഗഡുവായ 76,080 രൂപ മെയ് 20-നകം അടച്ചിരിക്കണം. കഴിഞ്ഞ വർഷം ഇത് 51,000 രൂപയായിരുന്നു. ഗൾഫിൽ നിന്നുള്ള അപേക്ഷകർ തങ്ങളുടെ പാസ്പോർട്ട് മുംബൈ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നൽകണമെന്ന നിബന്ധന ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വർഷം മുതൽ കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ പാസ്പോർട്ട് നൽകാവുന്നതാണ്. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെതിരെ ഫേസ്ബുക്കിൽ പ്രകോപനപരമായ അഭിപ്രായ പ്രകടനം നടത്തിയ എഞ്ചിനീയർ അറസ്റ്റിലായി. ആഗ്രയിലെ ദയാൽബാഗ് സ്വദേശി സിവിൽ എഞ്ചിനീയർ സഞ്ജയ് ചൌധരിയാണ് അറസ്റ്റിലായത്. കേന്ദ്രമന്ത്രി കപിൽ സിബലിനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ മുലായം സിംഗ് യാദവിനുമെതിരെയും ഇയാൾ മോശമായ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന കാർട്ടൂണുകൾ പോസ്റ്റ് ചെയ്തതായും പോലീസ് പറഞ്ഞു. ഇയാളുടെ ലാപ്ടോപ്പ്, സിം കാർഡ്, മെമ്മറി കാർഡ് എന്നിവ പോലീസ് പിടിച്ചെടുത്തു. പ്രകോപനപരമായും സാമുദായികപരമായും ഇയാൾ ചില പരാമർശങ്ങൾ നടത്തിയതിനാലാണ് അറസ്റ്റ് ചെയ്തതെന്ന് ആഗ്ര പോലീസ് സൂപ്രണ്ട് സുഭാഷ് ചന്ദ്ര ദുബെ പറഞ്ഞു. സാമുദായിക വികാരങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പരാമർശം നടത്തിയതിനാണ് അറസ്റ്റെന്നും നടപടിയിൽ രാഷ്ട്രീയ ഇടപെടൽ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സഞ്ജയ്യുടെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തുമാറ്റുകയും അക്കൌണ്ട് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് വാർത്തകൾ. ടൂറിസ്റ്റ് മിനി ബസ്സിൽ കൊണ്ടുവന്ന 1225 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് സംഘം പിടികൂടി. മദ്രാസ് സ്വദേശികളായ വിജയ് പ്രഭു, അബു നാസർ എന്നിവർ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. ഇന്നലെ രാത്രി 11:30 കോടിമത ഭാഗത്തുനിന്ന് വാഹന പരിശോധനയ്ക്കിടെയാണ് ഇവർ പിടിയിലായത്. ടൂറിസ്റ്റ് പെർമിറ്റുള്ള മിനി ബസ്സിൽ മധുരയിൽ നിന്ന് യാത്രക്കാരുമായി വരികയായിരുന്നു ബസ്. ബസിന്റെ അടിയിലെ അറയിൽ കന്നാസിലാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. കോടിമതയിലെത്തിച്ച് ഇവിടെ ഏജന്റിനെ കൈമാറാൻ കൊണ്ടുവന്നതായിരുന്നു. എക്സൈസ് CI രാജൻ ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ ആന്ധ്രാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ്.
സാമ്രാജ്യത്വ അജണ്ടയുടെ ഭാഗമായി പ്രമുഖ നടൻ കമലഹാസൻ നിർമ്മിച്ച വിശ്വരൂപം എന്ന സിനിമയ്ക്കെതിരെ വിശ്വാസികൾ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കണമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ സെക്രട്ടറിയും സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റുമായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു. സൗദിയിൽ ഹ്രസ്വ സന്ദർശനാർത്ഥം എത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. പുതിയ തലമുറയെ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്നത് സയനിസ്റ്റ് അജണ്ടയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമിക സംസ്കാരത്തെ സിനിമയെപ്പോലുള്ള ശക്തമായ സ്വാധീനമുള്ള മാധ്യമം ഉപയോഗിച്ച് തകർക്കുവാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ അലവിക്ക് മർക്കസ് ബിഷാറ പോലുള്ള സ്ഥാപനങ്ങൾ നടത്താൻ സാമ്പത്തിക സഹായം നൽകിയത് ഈ അജണ്ടയുടെ ഭാഗമാണെന്നും അദ്ദേഹം വിശ്വാസികൾ ഇത്തരം സാഹചര്യങ്ങളിൽ സമയബന്ധിതമായി നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രതികരിക്കേണ്ടതുണ്ട്. ഇത്തരം സാംസ്കാരിക മൂല്യച്യുതിയിൽ നിന്ന് യുവതലമുറയെ സംരക്ഷിക്കാൻ വേണ്ട ചാനലുകൾ ആവശ്യമാണ്. എന്നാൽ സാമ്പത്തികമായി ഇത്തരം ചാനലുകൾക്ക് ഏറെ നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് പരിമിതി. ഇസ്ലാം ദീനിൽ അതിന്റെ ആശയങ്ങൾ ആരെയും അടിച്ചേൽപ്പിക്കൽ ഇല്ല. ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഏറ്റവും കൂടുതൽ എതിർത്ത മതവും ഇസ്ലാം തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി. ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമായി. മുത്തുനബി കോർത്തു തന്ന ധർമ്മരത്നഹാരമി മരുമണലിൽ പൂത്തുലഞ്ഞ ധർമ്മസമര മുന്നണി. ഉമർ ഹംസ ബിലാലിന്റെ ജാഫറിന്റെ കണ്ടമിൽ ഉതിർന്നു വീണ ധർമ്മഗീതമേറ്റുപാടു സഹജരെ. ഉണരുണരു സഹജരെ ഉണർന്നെണീക്കു ശക്തരായി ഉദിച്ചുയർന്നു ജ്വാലയായി ധർമ്മവഴിയിൽ പൊരുതിടാം. പോരു പോരു കൂട്ടരെ പോർവിളി ഉയർത്തുവാൻ പോരണാങ്കണങ്ങളിൽ ധർമ്മസമര സമയമാണ്. വാർത്തകൾ തുടരുന്നു. KMIC വാർത്തകൾ. മാനവ ഐക്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ദർശനങ്ങൾ ലോകം മുഴുവൻ എത്തിക്കുകയാണ് മീലാദു ഷെരീഫിന്റെ പ്രത്യേകതയെന്ന് മന്ത്രി KP മോഹനൻ പറഞ്ഞു. പ്രവാചകരുടെ കർമ്മവും ജീവിതവുമാണ് ഏറ്റവും വലിയ സന്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംഘടിപ്പിച്ച ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനവ ഐക്യത്തിന്റെയും മതസൗഹോദര്യത്തിന്റെയും ദർശനങ്ങൾ ലോകം മുഴുവനും എത്തിക്കുക എന്നത് തന്നെയാണ്. മാനവ ജനതയ്ക്ക് മാതൃകയായ മനുഷ്യജീവിതം സംഭാവന ചെയ്ത മഹാനാണ് മുഹമ്മദ് നബി. നബിയുടെ കർമ്മവും ജീവിതവുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. അക്രമങ്ങൾ ഉണ്ടായപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത മുഹമ്മദ് നബി തന്റെ സഹാബിമാരെയും തന്റെ അനുചരന്മാരെയും മുഴുവനും കളവിന്റെയും ചതിയുടെയും ശ്രീഹത്യങ്ങളുടെയും ഹിംസയുടെയും കൈകളിൽ നിന്ന് മോചിപ്പിച്ചു തിന്മയിലാണ്ടുപോയ മനുഷ്യ സമൂഹത്തെ മുഴുവൻ നന്മയിലേക്ക് എത്തിക്കുവാനും നാടിന് മുഴുവനും ശാന്തിയും സമാധാനവും അഹിംസയും നിലനിർത്തുവാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നബി സഹോദരങ്ങളെ ഒന്നെടുക്കുന്ന ശത്രുവിനോട് പോലും സ്നേഹവും ബഹുമാനവും കാണിച്ച് ആദരവ് പിടിച്ചു പറ്റിയിരുന്നു. ശത്രുവിനെ മിത്രമാക്കിയ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച പ്രവാചകർ നടപ്പിലാക്കിയ സകാത്തും സമത്വസുന്ദരമായ ഒരു ലോകത്തെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നെന്ന് മന്ത്രി പറഞ്ഞു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുവാൻ തന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന നബിയുടെ വചനവും നബി തിരുമേനി നടപ്പിലാക്കിയ സക്കാത്തും സമത്വസുന്ദരമായ ഒരു ലോകത്തെ വാർത്തെടുക്കുവാനുള്ള തീവ്രമായ പരിശ്രമത്തിന്റെ ഭാഗമായിരുന്നു. ലോകത്തെ മുഴുവൻ മലയാളികൾക്കുമായി കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ അദ്ദേഹം നബിദിനാശംസകൾ നേർന്നു. ലോകം മുഴുവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മതം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ലോക മലയാളികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ
നബിദിനാശംസകൾ നേരുകയാണ്. KMIC മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മീലാദ് കോൺഫറൻസിൽ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം ചെയർമാൻ സയ്യിദ് യൂസുഫിൽ ജീലാനി വൈലത്തൂർ അധ്യക്ഷത വഹിച്ചു. പകരം മുഹമ്മദ് ഹസ്സനി ഹുബ് റസൂൽ പ്രഭാഷണം നടത്തി. നാസറുദ്ദീൻ അൻവരി വടുതല, ഹാഫിള് സ്വാദിഖ് മിസ്ബാഹി കൊല്ലം, TT ഹസ്സനി അബുദാബി തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ ഷിഹാബുൽ ഹക്ക് ഗുരുക്കൾ നന്ദി പറഞ്ഞു. KMIC ഒരു മാസക്കാലമായി വിവിധ പരിപാടികളോടെ നടത്തുന്ന ഓൺലൈൻ മീലാദ് ക്യാമ്പയിൻ വെള്ളിയാഴ്ച മീലാദ് ഫെസ്റ്റോടെ സമാപിക്കും. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ ഹാഫിള് സ്വാദിഖ് മിസ്ബാഹി കൊല്ലം അധ്യക്ഷത വഹിക്കും. നാസിറുദ്ദീൻ അൻവരി വടുതല ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് സീനിയർ വിഭാഗം മലയാള പ്രസംഗം, ജനറൽ വിഭാഗം ബുർദ പാരായണം, മദ്ഹ് ഗാനം എന്നീ മത്സരങ്ങൾ നടക്കും. മീലാദ് ക്യാമ്പയിന്റെ സമാപന ചടങ്ങിൽ നിരവധി മത, രാഷ്ട്രീയ, സാംസ്കാരിക നേതാക്കൾ സംബന്ധിക്കും. മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി KMIC ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം 5:30 സൗദി സമയം 3 മണിക്ക് ആരംഭിക്കുന്ന ക്വിസ് മത്സരത്തിൽ കർമ്മശാസ്ത്രം, ഖുർആൻ, ജനറൽ എന്നീ വിഷയങ്ങളിലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയത്. ലോകത്തെ ഏത് രാഷ്ട്രങ്ങളിൽ നിന്നും എല്ലാ പ്രേക്ഷകർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. വിജയിക്ക് ബെയ്ലക്സ് കളർ ID സമ്മാനമായി ലഭിക്കും. സംഘടനാ വാർത്തകൾ. മർക്കസ് ഹിഫ്ലുൽ ഖുർആൻ വിദ്യാർത്ഥി സംഘടന ഹുസ്വത്തുൻ ഹസന സംഘടിപ്പിച്ച മുസാബഖ 2013 സമാപിച്ചു. നുജൂം, സ്റ്റാർ, സിതാര എന്നീ ഗ്രൂപ്പുകളിലായി 200-ലധികം പ്രതിഭകൾ മാറ്റുരച്ച മത്സരത്തിൽ 206 പോയിന്റ് നേടിയ സ്റ്റാർ ഗ്രൂപ്പ് ജേതാക്കളായി. 21 പോയിന്റ് കരസ്ഥമാക്കിയ സാലിം എടക്കുളമാണ് കലാപ്രതിഭ. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടി കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. KS മുഹമ്മദ് ബാക്കവി പ്രാർത്ഥന നടത്തി. VPM വില്യാപ്പള്ളി സയ്യിദ് അബ്ദുറഹ്മാൻ സഖാഫി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, കൗസർ സഖാഫി പ്രസംഗിച്ചു. പ്രവാചക സന്ദേശം മാനവിക നന്മക്ക് എന്ന ശീർഷകത്തിൽ ഫാറൂഖ് പേട്ട മൈതാനിയിൽ നടക്കുന്ന ദശദിന പ്രഭാഷണത്തിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് നൌഷാദ് ഹസനി ഒതുക്കുങ്ങൽ പ്രസംഗിക്കും. മർക്കസ് പബ്ലിക് സ്കൂളിൽ നബിസ്നേഹ റാലിയും പ്രവാചക പ്രകീർത്തന സംഗമവും ഈ മാസം 7, 8, 9 തീയതികളിൽ നടക്കും. 7-ന് രാവിലെ 8 മണിക്ക് സയ്യിദ് ഇല്യാസ് സഖാഫി ഏരുമാട് പതാക ഉയർത്തും. തുടർന്ന് നബിദിന റാലിയും മർക്കസ് സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൌണ്ടിൽ പൊതുസമ്മേളനവും നടക്കും. സമ്മേളനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മർക്കസ് സെക്രട്ടറി KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. മർക്കസ് ഡയറക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി നബിസ്നേഹ പ്രഭാഷണം നടത്തും. അബ്ദുൾ റഷീദ് സഖാഫി കുറ്റ്യാടി, അബ്ദുൽ മജീദ് സഖാഫി കോട്ടൂർ, അഹമ്മദ് കുട്ടി സഖാഫി മുട്ടാഞ്ചേരി, അബ്ദുൽ നാസർ സഖാഫി ബീരാൻകുട്ടി ഫൈസി തുടങ്ങിയവർ പങ്കെടുക്കും. സമസ്ത പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി നിർവഹിക്കും. ദഫ് പ്രദർശനം, ബുർദ ആസ്വാദന സദസ്സ്, മൗലിദ് പാരായണം, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവയും നടക്കും. പത്രസമ്മേളനത്തിൽ AK മൊയ്തീൻ മാസ്റ്റർ, VM റഷീദ് സഖാഫി, KH കോയ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ലാങ്കാണ്ടി യൂണിറ്റ് SSF SYS ആഭിമുഖ്യത്തിൽ മീലാദ് റാലിയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. SSF ജില്ലാ പ്രസിഡന്റ് ഉബൈദ് സഖാഫി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. OT ഷഫീഖ് സഖാഫി മുഖ്യ പ്രഭാഷണം നടത്തി. 2013 മാർച്ച് 1-ന് ആചരിക്കുന്ന മദ്രസാ ദിനം വിജയമാക്കാൻ SMA ജില്ലാ പ്രസിഡന്റ് VM കോയ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന SMA കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ജില്ലയിലെ റീജിയനുകളെ വിവിധ മേഖലകളാക്കി തിരിച്ച് മാർച്ച് 16 മുതൽ മേഖലാ പ്രതിനിധി സമ്മേളനം നടത്തും. യോഗം K ബീരാൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. KV തങ്ങൾ, അബ്ദുൽ അസീസ് ഫൈസി, ഇസ്മായിൽ മാസ്റ്റർ, അലി ഫൈസി കൊടുവള്ളി, ഹസൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മദ്യപാനം മൂലം സമൂഹം നിരവധി പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ റവന്യൂ വരുമാനം മാനദണ്ഡമാക്കി മദ്യനിരോധനം നടപ്പാക്കുന്നതിന് സർക്കാർ വൈമനസ്യം കാണിക്കുന്നത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് പറഞ്ഞു. വട്ടക്കിണർ യൂണിറ്റ് SYS SSF കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തിരുനബിയുടെ സ്നേഹപരിസരം സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി K അബ്ദുൽ കലാം മാവൂർ സെമിനാറിൽ വിഷയാവതരണം നടത്തി. യൂത്ത് കോൺഗ്രസ് ലോക്സഭാ മണ്ഡലം പ്രസിഡന്റ് MP ആദം മുൽസി, കൌൺസിലർമാരായ അഡ്വക്കേറ്റ് അൻവർ, CP മുസാഫർ മുഹമ്മദ്, DCC മെമ്പർ വേലായുധൻ സംസാരിച്ചു. പള്ളി ദർസുകൾ സാമൂഹ്യ നവോത്ഥാനത്തിന് എന്ന പ്രമേയത്തിൽ കോട്ടൂർ ഉസ്താദ് ദർസ് 50-ാം വാർഷിക സനദ്ദാന സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. മമ്പുറം, മടവൂർ, കുണ്ടൂർ മക്കാമുകളിലെ സിയാറത്തോടെയാണ് തുടക്കമായത്. സയ്യിദ് PK തങ്ങൾ തലപ്പാറ, സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ്, സയ്യിദ് ഇമ്പിച്ചി കോയത്തങ്ങൾ കടലുണ്ടി നേതൃത്വം നൽകി.
2 ദിവസങ്ങളിലായി തെന്നല CM ജൂനിയർ ദേവ ശരിയത്ത് കോളേജ് വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങളും നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മീലാദ് ഷെരീഫ് മാനവൈക്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ദർശനങ്ങൾ ലോകം മുഴുവൻ എത്തിക്കുന്നുവെന്ന് മന്ത്രി KP മോഹനൻ. KMIC മീലാദ് ക്യാമ്പയിൻ വെള്ളിയാഴ്ച മീലാദ് ഫെസ്റ്റോടെ സമാപിക്കും. ക്വിസ് കോമ്പറ്റീഷൻ വ്യാഴാഴ്ച ഇന്ത്യൻ സമയം 5:30. ആരോപണ വിധേയനായ DIG ശ്രീജിത്തിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെതിരെ ഫേസ്ബുക്ക് പരാമർശം, എഞ്ചിനീയർ അറസ്റ്റിൽ. ഈ വർഷത്തെ ഹജ്ജിനുള്ള അപേക്ഷാ ഫോം വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. SSF മലപ്പുറം ജില്ലാ ക്യാമ്പസ് കോൺക്ലേവ് ഇന്നുച്ചക്ക് കുണ്ടൂർ ഗൗസിയ അങ്കണത്തിൽ നടന്നു. SSF 40ാം വാർഷിക പദ്ധതികളുടെ അവലോകനവും ചർച്ചയും ലക്ഷ്യമാക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ബ്ലൂ കേഡറ്റ് IT ക്യാമ്പസ് യൂണിറ്റ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, ഡിവിഷൻ ക്യാമ്പസ് സമിതി ചെയർമാൻ, കൺവീനർമാർ എന്നിവരാണ് പങ്കെടുത്തത്. അബ്ദുൽ നാസർ മഅദനിയെ നേത്രശസ്ത്രക്രിയക്കായി അഗർവാൾ ആശുപത്രിയിലേക്ക് മാറ്റി. KMICയിൽ ഇനി അഹ്ലുസുന്നയുടെ നിത്യവസന്തം പ്രഭാഷണ കലയിലെ ചക്രവർത്തി മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രഭാഷണം തത്സമയം ശ്രവിക്കാം. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlineclass.com, www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.